കയ്യിൽ കാശില്ല, എന്നാൽ അതേ സമയത്ത് നല്ല ബിസിനസ്സുകാരനാവണം, ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ള അതിശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാൾ എന്താ ചെയ്യാൻ ആശ്രയിക്കാം? ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരു ബിസിനസ് മാൻ ആവണം, പക്ഷേ അവരുടെ കയ്യിൽ ഐഡിയകളോ കാര്യമായിട്ട് ഐഡിയകളോ ഇല്ല, അതുപോലെ തന്നെ പൈസ ഇല്ല. ശരിക്കും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. നിങ്ങൾ ആ പ്രോബ്ലം കണ്ടെത്തി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഓണ്ടർപ്രണർ ആവാം. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലീൻ ഇൻ ടു യുവർ ഓൺ സൊസൈറ്റി, യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ദെയർ. ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, വെൻ ദ പ്രോബ്ലം സോൾവിങ് മീൻസ് ജനറലി എല്ലാവരും സംസാരിക്കുന്നതാണ് പ്രോബ്ലം സോൾവിങ് ആണ്, ബിസിനസ് പ്രോബ്ലം സോൾവിങ് ആണ്. എങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ് ആവുന്നത്? നിങ്ങൾ ഒരു ഏരിയയിൽ ഇപ്പോൾ പച്ചക്കറി നിങ്ങൾക്ക് കിട്ടുന്നില്ല നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ പിന്നെ നിങ്ങൾക്കും കിട്ടുന്നില്ല, നിങ്ങൾ ആ പരിസരത്തുള്ളവർക്കും പച്ചക്കറി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ അതൊരു പ്രോബ്ലമാണ്, അവിടെ പച്ചക്കറി കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുക? നിങ്ങൾ പിന്നെ നിങ്ങളെ സമാനമായ ചിന്താഗതിക്കാർ അല്ലെങ്കിൽ റൂമിലുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയാം, ഞാൻ ഒരു പണി മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി എടുത്തുകൊണ്ട് വരാം, നിങ്ങൾ മേടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ പണ്ടും കൂടി തരും. അങ്ങനെ നിങ്ങളവിടെ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് അവർക്ക് കുറച്ച് അവരിൽ നിന്ന് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ്ങുമായി ഒരു ബിസിനസ് ലൈനിലേക്ക് വന്നു. പിന്നെ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അത്ര ഈസിയല്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ജോലിയൊന്നും അന്വേഷിച്ച് കിട്ടിയിട്ടില്ല, അപ്പോൾ കുറച്ച് മീൻ മേടിച്ച് വിറ്റു, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി എടുത്ത് വിറ്റു, അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനം ചക്ക കൊണ്ടുവന്ന് അവിടെ റോട്ടിലിട്ട് വിറ്റു. അതൊക്കെയായിരുന്നു പണ്ടത്തെ ബിസിനസ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങളിൽ പൈസ ഇല്ല, അതേസമയം നിങ്ങൾക്ക് യു ഹാവ് എ ബിൽസ് ടു പേ, യു ഹാവ് എ പ്രോബ്ലം ടു ടേക്ക് കെയർ, ദെൻ ഡോണ്ട് സ്റ്റാർട്ട് എ ബിസിനസ്. ബിസിനസ് ഈസ് എ ബിഗ് അഡ്വഞ്ചറസ്, ദർ ആർ ലോട്ട് ഓഫ് റിസ്ക്. നിങ്ങൾ പിന്നെ സ്ഥലമൊക്കെ വിറ്റിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ ഈ ചെറുതായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക്, യു വർക്ക് ഹാർഡ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ കഴിവുകളെ നിങ്ങൾ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്ക് ഈസ് നോട്ട് ദാറ്റ് യു വർക്ക് ഓൺ യുവർ ജോബ്. ഹാർഡ് വർക്ക് ഈസ് ദാറ്റ് യു വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഡെവലപ്പ് ആവുള്ളൂ. നിങ്ങൾ ജോബിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് ഡെവലപ്പ് ആവുള്ളൂ, നിങ്ങൾ ഡെവലപ്പ് ആവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വർക്ക് ഓൺ യുവർ സെൽഫ്, യു വർക്ക് ഹാർഡ് ഓൺ യുവർ സെൽഫ്, യു ഇൻക്രീസ് യുവർ നെറ്റ്വർക്ക്, യു ഫൈൻഡ് ദി ഓപ്പർച്യൂണിറ്റീസ് അറൗണ്ട് യുവർ ഏരിയ, യുവർ സൊസൈറ്റി. അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി. അതെ. അപ്പോൾ അതിലേ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ പച്ചക്കറി വാങ്ങിക്കുക അല്ലെങ്കിൽ മീൻ വാങ്ങിക്കുക എന്നൊക്കെ, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണത്. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ചെറിയ കച്ചവടം സ്റ്റാർട്ട് ചെയ്യാനും കൂടിയുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാവില്ല. അതെ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവണം അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ബിസിനസ്സാണ് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അവർക്ക് ആ പൈസ ഇല്ലാണ്ട് എന്തായാലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് നല്ല സ്ട്രോങ് ഐഡിയ വേണം. ആ ഐഡിയ കൊണ്ടുപോയിട്ട് ഒരാളുടെ അടുത്ത് മുന്നോട്ട് വെക്കണം. ആ ഐഡിയമേൽ നിങ്ങൾ പ്രൊജക്റ്റ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഇതെങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാർജിൻ കിട്ടും, എന്ത് പ്രോഫിറ്റ് കിട്ടും, ആഫ്റ്റർ 2 years or after 3 years this business is going to be scaled up. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും പൈസ തരും. ഐഡിയ ആണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ആവശ്യം. അപ്പോൾ ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഐഡിയ വേണം. അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ചെറിയ സാധനങ്ങൾ എടുത്ത് വിറ്റ് ഒരു എന്താ പറയുക, ചെറിയ ഡോർ സ്റ്റോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റ് നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവാൻ പറ്റും. അങ്ങനെ നല്ല ബിസിനസ്സുകാരായ ആൾക്കാരുടെ ഒപ്പം നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് അവരെ കൂടെ കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് പറ്റും.